നമസ്കാരം. ഈ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ എന്താ സംഭവിക്കുക? അത് ആ പൂമാലിനെ വച്ച് ചിന്തി അങ്ങ് കളയും. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ കുരങ്ങൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അർജുൻ എന്ന് പറയേണ്ടതായിട്ട് വരും. ഈ പൂമാല എന്തെന്ന് ചോദിച്ചാൽ അത് ക്യാപ്റ്റൻസി എന്ന് പറയേണ്ടതായിട്ട് വരും. അതായത് ഈ അർജുന് എന്ത് ചെയ്തത്, കിട്ടിയ ക്യാപ്റ്റൻസി ഒരു പവർ, ആ പവർ റൂമിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ, അതായത് ഇനി അങ്ങോട്ട് പോകുന്ന ഗെയിമിനെ വരെ തിരിച്ചു കളയാൻ പറ്റുന്ന ഒരു പവർ അവന് കിട്ടിയിട്ട് ബിഗ് ബോസ് എടുത്തെടുത്ത് പറഞ്ഞിട്ടും നിങ്ങൾ ബുദ്ധിപൂർവം ടീമിനെ സെലക്ട് ചെയ്യണം. 4 ടീമിനെ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ഒരു ടീം പവർ ടീം ആയിരിക്കും, അല്ലെങ്കിൽ പവർ റൂമിലുള്ളവരായിരിക്കുമെന്നും അവർക്ക് മാത്രമാണ് പവർ, വെറും പവർ അല്ല, ക്യാപ്റ്റൻസിയിലേക്ക് ഉള്ള പവർ, ഈ പറയുന്ന ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുമ്പോൾ പവർ, നോമിനേഷനിൽ പവർ, ഈ പറയുന്ന കിച്ചണിൽ, ഈ പറയുന്ന എന്താണ് നമ്മുടെ റേഷനിൽ പവർ, എല്ലാത്തിലും അവർക്കാണ് പവർ. അവർ തീരുമാനിക്കും ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന്. എന്നിട്ട് പോലും ഒരു ചെറിയ മൂള വെച്ചെങ്കിലും ഒരു ടീമിനെ സെലക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ അറിയാണ്ടായിട്ട് വരും. കാരണം ഈ പറഞ്ഞുള്ള എന്താണ്, ഈ അർജുൻ എന്ന് പറഞ്ഞാൽ ഇതിന് ആപ്റ്റ് അല്ല. ഒരു ചെറിയ ബുദ്ധി പോലെ ഞാൻ ഇതിന് ആപ്റ്റ് അല്ല എന്ന് അർജുൻ തെളിയിച്ചിരിക്കുകയാണ് ഈ ഒരു സംഭവം കൊണ്ട്. ഇത്രയും നല്ലൊരു പവർ, ഈ ഒരു പവറിന് വേണ്ടിയാണ് സുജയ് പോലുള്ള ആൾക്കാർ എന്ത് ചെയ്തത്, മൈൻഡ് ഗെയിം കളിച്ച് ആ പവർ കിട്ടാൻ വേണ്ടി ശ്രമിച്ചു. ഇവന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇവൻ എന്ത് ചെയ്തു, കിച്ചൺ ടീമിനെ അങ്ങ് സെലക്ട് ചെയ്തു. ആർക്കൊക്കെ കിച്ചൺ ചെയ്യാനറിയാം, ഓക്കെ നിനക്ക് അറിയാലോ, അവനറിയാലോ, ഓ ശരി, അവരൊക്കെ രക്ഷപ്പെട്ടു. അവരൊക്കെ എന്ത് ചെയ്തു, ഈ കിച്ചൺ ടീമിൽ വന്നവരെല്ലാവരും ഇപ്പോൾ പവർ റൂമിലേക്കായി. ബിഗ് ബോസ് ആദ്യമേ പറയുന്നുണ്ടെന്നാണ്, ഇതിൽ ഒരു ടീം പവർ റൂമിലേക്കുള്ള ടീം ആയിരിക്കുമെന്ന് ബിഗ് ബോസ് ആദ്യമേ പറയുന്നത്. അതുപോലും മനസ്സിലാക്കാൻ കഴിയാതെ ഓരോരുത്തരെ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയും അവസാനം എന്ത് ചെയ്തു, ആ കിച്ചൺ റൂമിലുള്ളവരങ്ങ് പവർ റൂമിൽ കയറുക എന്ന് പറഞ്ഞ മരമണ്ഡൻ എന്ന് പറഞ്ഞാൽ, ഈ അർഹിക്കാത്തത് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. മനസ്സിലായോ? അധ്വാനിച്ച് കിട്ടിയല്ലോ, ഈ ശ്രീരേഖ ദാനമായിട്ട് തന്നതല്ലേ, അതിൻ്റെ ഗുണമാണ് കാണിച്ചത്. മനസ്സിലായോ? അപ്പം അർഹതയില്ലാത്തവരടുത്ത് എന്തെങ്കിലും ഈ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല എന്ന് പറഞ്ഞതുപോലെ അർഹതയില്ലാത്തവരടുത്ത് സാധനങ്ങൾ കിട്ടുമ്പോൾ അവർക്കത് ഉപയോഗിക്കാൻ അറിയത്തില്ല. അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് അർജുൻ ഈ കളിയെപ്പറ്റി ഒരു തേങ്ങയെ അറിഞ്ഞുകൂടാന്നാണ് എനിക്ക് മനസ്സിലാക്കുക. കാരണം ഇത്രയും നല്ലൊരു പവർ കിട്ടിയിട്ട് പവർ, പിന്നെ റൂമിൻ്റെ സ്ട്രെങ്ത്, പവർ എന്താണെന്നുള്ളതും വളരെ വ്യക്തമായിട്ട് ബിഗ് ബോസ് മുമ്പേ പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്യണം, ടീമിനെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തിട്ട് പോലും അതുപോലും മനസ്സിലാക്കാനുള്ള മൂളയില്ലെങ്കിൽ, ബുദ്ധിയില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിക്കാതെ. ഇനി ഈ പവർ റൂമിന്റെ പവർ എന്താണെന്ന് അവർ ഇനിയേ അറിയത്തുള്ളൂ. ഇപ്പൊ ഇവർക്ക് അറിയത്തില്ല. മനസ്സിലായോ? ഈ ഒരാഴ്ച കഴിഞ്ഞു പോകുമ്പോൾ ഈ പവർ റൂമിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള പോരുകളാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. മനസ്സിലായില്ല? അതായത് ജയിൽ നോമിനേഷനിലായിക്കോട്ടെ, മറ്റൊരു നോമിനേഷൻ ആയിക്കോട്ടെ, ഈ പറയുന്ന റേഷന്റെ ഇതായിക്കോട്ടെ, എല്ലാത്തിലും ഈ പവർ റൂമിലുള്ളവർക്കാണ് പവർ. ബാക്കി ആർക്കും പവർ ഇല്ല. അവരും അടിമകളെ പോലെ കഴിയേണ്ടതായിട്ട് വരും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. നമുക്കെന്തായാലും വീണ്ടും കാണാം. ജയ് ഹിന്ദ്.